കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ അഭിഷിക്തനോടും പ്രിയ ദൈവമക്കളോട് ഒരുമിച്ച് ഈ സഭയിൽ കടന്നു വരുവാനും കർത്താവിന് മഹത്വം കരയേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ബഹുമാനനായ കർത്താവിൻ്റെ അഭിഷിക്തൻ പ്രിയ സാവപാസ്റ്റുമായി ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തൻ, ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്ത് ഈ പുത്തൂർ സഭയിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ മഹത്വം അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയ ജോബിൻ, എൻ്റെ സ്നേഹിതൻ ജോബിൻ നമ്മുടെ നടുവിലുണ്ട്. പ്രിയ റജി നമ്മുടെ നടുവിലുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് മുഖപരിചയമുണ്ട്, എങ്കിലും വ്യക്തിപരമായി കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും കാണുമ്പോൾ നിങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ ബോവസ് നമ്മുടെ ഈ സഭയുടെ അംഗമാണ്. ബോസ് കടന്നു വന്നിട്ടില്ല, എങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് പ്രിയ ബോസ്. വളരെ സ്നേഹത്തോടെ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ പ്രാർത്ഥനാലയത്തിലുള്ള ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താനദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് ബിജു. തൃക്കണമംഗൽ ചർച്ച് ബോർഡ് ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് 5 വർഷം കഴിയാൻ പോവുകയാണ്. അവിടുത്തെ ദൈവമക്കൾ അനുവദിക്കണമെങ്കിൽ, കർത്താവ് അനുവദിക്കണമെങ്കിൽ വീണ്ടും 6ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് ആയിരിക്കുന്നത്. പ്രീസലോ, കർത്താവിൻ്റെ ഹിതം പോലെ കർത്താവ് ഇത്രത്തോളം നടത്തിയത് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ സഭയിൽ ഇപ്രകാരം ഒരു മീറ്റിംഗ് ആയി കടന്നു വരുവാൻ ആദ്യമായിട്ടാണ് എനിക്ക് ദൈവം അവസരം ഒരുക്കിയത്. മാസയോഗത്തിന് ഇല്ല, ഞാനല്ല ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്, കൊട്ടാരക്കര സഭയിലായിരുന്നു. ഓക്കെ, നിങ്ങളെയൊക്കെ കാണുവാനും സന്തോഷിക്കാനും ഒക്കെ ദൈവം കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേശമാണ് പുത്തൂര്. എനിക്ക് മറക്കുവാൻ കഴിയത്തില്ല, കാരണം എൻ്റെ ജന്മസ്ഥലം ഇവിടെയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ തൊട്ടടുത്ത്, പുത്തൂരിനടുത്ത് തേവലപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം. എൻ്റെ അമ്മയുടെ വീട് തേവലപ്പുറത്താണ്. എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ പിതാവിൻ്റെ സ്ഥലം പുനലൂരാണ്. ഞാൻ ഇവിടെ ജനിച്ചതെങ്കിലും വളർന്നതെല്ലാം പുനലൂരാണ്. പുനലൂരാണ് എൻ്റെ സ്വന്തം ദേശം. പ്രീസൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ കർത്താവ് ഒരു അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. സന്തോഷത്തോടെ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ കർത്താവ് നിങ്ങൾ കൃപ നൽകി. ഈ 4ാമത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ ദൈവം അവസരം നൽകിയല്ലോ. വളരെ തീഷ്ണതയോടെ, ആത്മഭാരത്തോടെ, ആത്മനിറവോടെ ദൈവവചനം കേൾക്കുവാനും വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രയും നേരം നാം ആത്മനിറവോടെ ദൈവത്തെ ആരാധിച്ചു മഹത്വം കരയേറ്റി. തുടർന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം നാം കേൾക്കാൻ പോവുകയാണ്, ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ദൈവവചനം കേൾക്കാൻ സന്തോഷമുണ്ട്? ഈ തിരുവചനം വായിക്കുമ്പോൾ ബെരോവയിലെ ജനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒന്ന് പറയാമോ? സഹോദരന്മാർ പറയുന്നില്ല. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പ്രസംഗിക്കണം. തൃക്കണമംഗൽ സഭ എന്നെ വിടാത്തത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. എൻ്റെ പ്രസംഗം കുറവാണ്, ഞാൻ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ മകൻ BBAക്ക് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവൻ ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ അവനോട് ചോദിക്കട്ടാ, നീ ആരാധനയ്ക്ക് പോകുന്നത് എങ്ങനെയുണ്ട്, നല്ല സന്തോഷമാണോ? അവൻ എന്നോട് പറയും, എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല, എനിക്ക് പപ്പായുടെ പ്രസംഗം കേൾക്കാനാണ് ഇഷ്ടം. എല്ലാവരും ഉണ്ടോ ഇവിടെ? പപ്പായുടെ പ്രസംഗം കേൾക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസംഗം അത്രയ്ക്ക് എൻ്റെ മകൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിടാ, എൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ടാണോ നീ ഇത്രയും ഇഷ്ടപ്പെടുന്നത്? അവനെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, അപ്പോൾ പ്രസംഗിക്കാൻ എണ്ണിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ അങ്ങ് ഇരിക്കും, പെട്ടെന്ന് വീട്ടിൽ പോകാം. എല്ലാവരും ഉണ്ടോ ഇവിടെ? അപ്പോൾ എൻ്റെ ചിന്താഗതി നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ്. വേഗത്തിൽ വീട്ടിൽ പോകണം. എൻ്റെ വിശ്വാസമുള്ളവരും പക്ഷേ ഞങ്ങൾ താമസിച്ച് വന്നാലും ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വേഗത്തിൽ ഞങ്ങളങ്ങ് പറഞ്ഞയക്കണം. അപ്പം വേഗത്തിൽ പോകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതുകൊണ്ട് ആരും വിഷമത്തോടെ ഇരിക്കരുത്, സന്തോഷത്തോടെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ ബെരോവയിലെ ജനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു?
ദൈവവചനം ദിനം പ്രതി അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യുമായിരുന്നു? കേൾക്കുന്നത്. ഇപ്പൊ ദൈവവചനം കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. പ്രൈസ് അല്ലോ. ഇപ്പൊ നിങ്ങൾ വെറുതെ വീട്ടിൽ കടന്നു പോവുകയല്ല, വചനം കേട്ടിട്ട് വീട്ടിൽ പോവുകയല്ല. പലപ്പോഴും ഈ പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രസംഗിക്കുമ്പം ഒരു ആരാധനയോ ഒരു ബഹളം ഇല്ലെങ്കിൽ പ്രസംഗം ചീറ്റിപ്പോയെന്നാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ. പ്രൈസ് അല്ലോ. എല്ലാവരും ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സ്തോത്രം പറഞ്ഞാലും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എനിക്ക് തന്ന സമയം വരെ ഞാൻ പ്രസംഗിക്കും. ഞാൻ പ്രാർത്ഥനയോടാണ് വന്നത്. അതുകൊണ്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവവചനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ആരാധനയുടെ ശക്തിയിൽ, നിറവിൽ ആ പ്രസംഗം അങ്ങ് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ആരാധിക്കരുതെന്നല്ല, സ്തോത്രം പറയരുതെന്നല്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് വചനം നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്കൊരു വേദഭാഗം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. മതി. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായത്. യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, പ്രാരംഭ വാക്യത്തിൽ 12 ഗോത്രങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞ് ഈ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം ചൊല്ലിക്കൊണ്ട് ഈ ലേഖനം എഴുതുകയാണ്. ഈ ലേഖനത്തിൻ്റെ ഓരോ വേദഭാഗങ്ങൾ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ഈ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളെ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും, പരിശോധനകൾ കടന്നു വരും. അത് ദൈവത്താൽ സംഭവിക്കുന്നതാ. ദൈവത്താൽ സംഭവിക്കുന്നതാ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ, പരീക്ഷകൾ ദൈവം അറിയാതെയല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ പ്രതിസന്ധി ദൈവം അറിയാതെയല്ലെന്ന്. നമുക്ക് വന്നിരിക്കുന്ന പരിശോധന ദൈവം അറിയാതെയല്ല. അതിന് തെളിവാണ് 3-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്നറിഞ്ഞ്. ആ വാക്യം ശ്രദ്ധിക്കണേ. ആരോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം ചൊല്ലിയിട്ട് ആ ജനത്തോട് പറയുകയാണ്, പ്രിയ സഹോദരന്മാരെ, വിശ്വാസത്തിന്റെ പരിശോധന. അപ്പൊ വിശ്വാസിക്ക് എന്തുണ്ട്? പരിശോധനയുണ്ട്. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാകുന്നു എന്ന് അറിഞ്ഞ്. അപ്പൊ നാം അറിയേണ്ടത് എന്താ? ഈ പരിശോധനയിൽ കഷ്ടതയില്ലാതെ ആരെങ്കിലും ഉണ്ടോ? വേദന ഇല്ലാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കഷ്ടതയും വേദനയും പ്രയാസങ്ങളും ഉള്ളവരാ. നിങ്ങൾക്കിപ്പോൾ സാക്ഷ്യത്തിന് സമയം തന്നാൽ 100 കഷ്ടതകളെ കുറിച്ച് നിങ്ങൾ പറയും. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള കഷ്ടതകളുടെ ഒരു കൂമ്പാരം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ യാക്കോബ് പറയുക, ആ പരീക്ഷകളിലും ആ പരിശോധനകളിലും ഒരു ദൈവവചനത്തിന് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടത്, വിശ്വസിക്കാൻ കഴിയേണ്ടത്, പരിശോധനയുടെ നടുവിൽ നീ തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അത് സ്ഥിരത ഉളവാകുന്നതാണെന്ന് അറിഞ്ഞ് സന്തോഷം എന്ത് ചെയ്യണം? അയ്യോ, കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ സന്തോഷമാണെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് പറയാൻ പറ്റും? ഇച്ചിരി പാടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധന വരുന്നതും നാം ദൈവത്തെ സ്തുതിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ നന്മയുടെ ഒരു ദൂത് കേട്ടാൽ
അറിയാതെ ഞാൻ ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കും. എന്നാൽ യാക്കോബ് ഓർമ്മപ്പെടുത്തുക, പ്രിയ ദൈവത്തിലെ വിശ്വാസ ജീവിതത്തിൽ എന്തുണ്ട്? പരിശോധനയുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പരിശോധനകളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ സെമിനാരിൽ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ശരീരത്തിൽ ചെയ്ത സർജറികളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ 9 എണ്ണമായി. എല്ലാവരും ഉണ്ടോ ഇവിടെ? 9 സർജറി ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ശരീരത്തിന് അസ്വസ്ഥതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കോവിഡ് ടൈമിൽ 2019 എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വന്നു. കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു ചെന്നു. അവിടെ അഡ്മിറ്റ് ചെയ്തു. 15ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. 99% രോഗികളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ആ ശരീരത്തിനകത്ത് വേസ്റ്റ് ചെന്നടിയുന്ന ഒരു അപ്പൻഡിറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു അവയവം, അത് പൊട്ടി തകർന്ന് ഇൻഫെക്റ്റഡ് ആയാൽ ആ രോഗിയുടെ അനുഭവം എന്തായിരിക്കും? കോവിഡ് ടൈമിൽ അത് എൻ്റെ ശരീരത്തിൽ അത് പൊട്ടി ഇൻഫെക്റ്റഡായി. ഞാൻ തിങ്കളാഴ്ച കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വെള്ളിയാഴ്ചയാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത്രയും ദിവസം ഒരു തുള്ളി വെള്ളം പോലും തരാതെ എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കാരണം അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം ഇത് പൊട്ടി ഇൻഫെക്റ്റഡായി, ശരീരത്തിൻ്റെ അകത്തെ അവയം ഫുള്ള് ഇൻഫെക്റ്റഡായി കിടക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് എന്നെ സർജറി ചെയ്യുന്നത്. 15 ദിവസം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞ വേടാ ഞാൻ പറഞ്ഞത് നിങ്ങളോട്. വിശ്വാസ ജീവിതത്തിൽ പരിശോധനയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വേദനയുണ്ടോ? കഷ്ടതയുണ്ടോ? പ്രയാസമുണ്ടോ? നമ്മളിലേക്ക് തന്നെ ഒന്ന് ചോദിച്ച്. അതിന് നടുവിൽ ദൈവജനത്തോട് യാക്കോബ് പറയുക, പ്രിയപ്പെട്ടവരെ, അത് സന്തോഷമെന്ന് എണ്ണുവാൻ ഒരു ദൈവത്തിന് കഴിയണം. അത് ശാരീരികമായ രോഗമോ മറ്റ് കഷ്ടതകളോ പ്രയാസങ്ങളോ എന്ത് കടന്നു വന്നാലും ഇത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നാം വായിച്ച വചനത്തിൽ 12ാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുക, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ പരീക്ഷ കടന്നു വരുമ്പോൾ ഓർത്തോണം, അത് സഹിക്കാനുള്ള ദൈവകൃപയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ആരാണ്? ഭാഗ്യവാനാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരിശോധന കണ്ടുകൊണ്ട്, പരീക്ഷ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, ഞാനൊരു ഭാഗ്യവാനായ മനുഷ്യനാ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യപദവിയിലേക്ക് എത്തുന്നത്? യാക്കോബ് അപ്പോസ്തലൻ പറയുക, അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ഏത് കിരീടമാ? ജീവകിരീടം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുക, ഈ പരീക്ഷ കടന്നു വരുമ്പോൾ ഓർത്തോണം, നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം ഒരുക്കിയെടുക്കുന്നത്? എന്തിനു വേണ്ടിയാ? കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം. പരീക്ഷ വരുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ദൈവം ഒരുക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ എന്തിൽ കൂടി കടന്നു പോകണം? എല്ലാവരും പറഞ്ഞില്ല. പരീക്ഷയിൽ കൂടി കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരീക്ഷയിൽ കൂടി കടന്നുപോയി അതിൽ വിജയിക്കുന്ന മനുഷ്യനാ ദൈവം എന്തൊരുക്കിയിരിക്കുന്നത്? ഒരു ജീവകിരീടം. സ്വർഗം ഇന്ന് രാത്രി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങൾ കൊള്ളാകുന്നവനായി മാറിയിട്ടുണ്ടോ? ആർക്കാണ് ജീവകിരീടം വെച്ചിരിക്കുന്നത്? പറഞ്ഞില്ല. എല്ലാവരും, സഹോദരങ്ങളും കുഞ്ഞുങ്ങളും പറഞ്ഞില്ല. കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം. അപ്പൊ ഒരു തികവ് വരണം. ഏതിനകത്താ? കൊള്ളാകുന്നവനാകണം.
നമ്മുടെ ജീവിതത്തിൽ തികവ് വന്നിട്ടുണ്ടോ? രണ്ട് കാര്യം അവിടെ ഓർമ്മപ്പെടുത്തുന്നത്: ഒന്ന്, പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന ഭക്തനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്, അവൻ തികഞ്ഞു വന്നാലാണ് ജീവകിരീടം പ്രാപിക്കുന്നത്. ഈ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഒരുപാട് ഭക്തന്മാരുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വായിച്ചാൽ പഴയ നിയമ ഭക്തന്മാരെല്ലാം കഷ്ടതയിൽ കൂടി കടന്നു പോയവരാ. ഒന്ന് രണ്ട് ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ഭക്തന്റെ കഷ്ടതയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ആ ആ ആ ആ മതി. പ്രൈസ് നിർത്തണേ. സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ അബ്രഹാമിനെ പരീക്ഷിച്ചത്, 22-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം നോക്കിക്കേ. അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ഒരു ഭക്തനെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും? പരീക്ഷിക്കും. തൻ്റെ ജീവിതത്തിലെ പരീക്ഷ കടന്നു വന്നത് എങ്ങനെയാ? താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്ക്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ ആയിരിക്കാം ദൈവം പരീക്ഷയിൽ കൂടി കടത്തിവിടുന്നത്. ആ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം നീണ്ട വർഷങ്ങൾ കരഞ്ഞ് ദൈവത്തിൽ പ്രാർത്ഥിച്ചതിന് മറുപടിയാ തൻ്റെ ഈ ഏകജാതനായ മകൻ. ദൈവം കൊടുത്ത നന്മയാ, ദൈവം കൊടുത്ത അനുഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചു കഴിയുമ്പോൾ പലരും ദൈവത്തെ മറക്കുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ? നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്ന്. തിരുവനന്തപുരത്തിൽ ഭക്തർ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ മറക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ. എന്താ ഓർക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിപ്പാൻ. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാ. ഇത് പലപ്പോഴും വന്ന വഴികൾ മറക്കുന്ന ഒരു ജനസമൂഹത്തിന് നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ നാം മറന്നു പോകുക. ദൈവം ഇതുവരെ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ മറന്നു പോകുക. കാരണം എന്തെന്നറിയാമോ? ജീവിതത്തിൽ ഇന്നൊന്നിനും ഒരു കുറവില്ല. എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാതാവിൻ്റെ ചെറുപ്രായത്തിൽ ഒരു 60-65 വർഷം മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാരി ഉടുക്കാൻ ആഗ്രഹിച്ച ഒരു കാലഘട്ടം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നോട് പറയും. ഞാൻ ഇപ്പോഴും ചോദിക്കും, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിക്കും. എന്നോട് പറയുന്ന പദപ്രയോഗം ഇതാണ്: നീ അഹങ്കരിക്കരുത്, കടന്നു വന്ന വഴികൾ നീ ഒന്ന് ഓർക്കണം. എത്ര പേർക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് എൻ്റെ അമ്മ ഈ അലമാരി അങ്ങോട്ട് തുറന്നിട്ട് നോക്കും, പണ്ട് എന്തുടുക്കും എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അത് തുറന്നിട്ട് ഇതിനകത്ത് ഏതാണ്? എല്ലാവരും ഉണ്ടോ ഇവിടെ? പ്രൈസ് ദി ലോർഡ്. അയ്യോ, ആരാധനയ്ക്ക് വരാൻ നേരത്തെ ഈ അലമാരി ഒന്ന് തുറക്കും, 10 മിനിറ്റ് അവിടെ കളയും. പ്രൈസ് ദി ലോർഡ്. 10 മണിക്ക് ആരാധനയെങ്കിൽ അരമണിക്കൂർ ഈ ഡ്രസ്സ് ഇടുന്നതിലുള്ള ചിന്തയാ. ഇതിനകത്ത് ഏതാണ്? അത് TPMകാരെ കണ്ടുപിടിക്കണം. ശുഭ്രവസ്ത്രധാരികളായി എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്ത ആകെ കിട്ടുന്നത് എൻ്റെ പാസ്റ്റർ ഞായറാഴ്ച ഒരു ദിവസമാണ്, ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യണം? കളർഫുള്ളായിട്ടുള്ളത്. നിങ്ങളുടെ സ്വോത്രം പോകുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു അനുഭവത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ആരാധനയുടെ അളവ് കുറഞ്ഞു പോയി.
ഇന്ന് നമ്മൾ എന്തിനും ഏതിനും മറുപടി പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു. പണ്ടായിരുന്നെങ്കിലോ മുഴങ്കാലം മടക്കി ദൈവത്തിൽ കണ്ണുനീരോട് കരയുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് മാറിപ്പോയി. പ്രാർത്ഥന കുറഞ്ഞു, ആരാധന കുറഞ്ഞു, സ്തോത്രം കുറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലുള്ള ആരാധന കുറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ആരാധനയുടെ ആ അവസ്ഥകൾക്ക് കുറവ് വന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 20, 30, 40 വർഷമായി. പക്ഷെ ഇന്നലെ രക്ഷിക്കപ്പെട്ട് കടന്നു വന്ന ദൈവജനത്തിൻ്റെ ആരാധന നമുക്കുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. പഴയ നിയമത്തിൽ ഈ അബീനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 20 വർഷം ഒരു പെട്ടകം ഇരുന്നു. ആരുടെ പെട്ടകോ? ദൈവത്തിൻ്റെ യഹോവയുടെ പെട്ടകം ഇരുന്നു. 20 വർഷം ഇരുന്നിട്ടും യാതൊരു നന്മയും അനുഗ്രഹവും പ്രാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അബീനാദാബിന് കഴിഞ്ഞില്ല. എന്നാൽ തുടർന്ന് ഓബേദേദോമിൻ്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം കടന്നു വന്നു. എത്ര നാളാണെന്ന് അറിയാമോ? വെറും 3 മാസം. ഈ 3 മാസം ഈ പെട്ടകം ഈ ഓബേദേദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ആ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ദേശം അറിയാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ, പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ പെട്ടകം ചുമക്കാൻ നീ ഇറങ്ങിത്തിരിച്ചെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ദേശം അറിയണം, ദേശം അറിയണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദന ദേശം അറിയണം. നിന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹം കടന്നു വരണം. നമ്മെക്കുറിച്ച് ദേശം എങ്ങനെയാ അറിയുന്നേ? പ്രൈസ് ദി ലോർഡ്. ഓബേദേദോമിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ആ പെട്ടകം ഇരുന്നത് കൊണ്ട്, ഈ ദൈവത്തെ അറിയാൻ ഇറങ്ങിയത് കൊണ്ട്, ഈ വേദപുസ്തകം എടുത്തത് കൊണ്ട് എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഓർക്കണമെങ്കിൽ ഈ വേദപുസ്തകം എടുത്ത് ആരും ലജ്ജിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. വിശ്വസ്തയോടെയാണോ? ഞാൻ വേദപുസ്തകം എടുത്ത് 20, 30 അല്ലെങ്കിൽ 40 വർഷമായി, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നു എന്ന് നീ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? എടുക്കേണ്ടവൻ എടുത്താൽ അതിന് അനുഗ്രഹം ഉണ്ടാകും. എങ്ങനെ എടുക്കണം? വിശുദ്ധിയോടും വേർപാടോടും കൂടിയാണോ? പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ, വേദോസമൊക്കെ ഞാൻ എഴുതുന്നത് ശരിയാണ്, വിശ്വാസിയായി, പക്ഷെ ഇപ്പൊ എനിക്കൊന്നിനും ഒരു കുറവില്ല. ഒരു നാടൊന്നടക്കം ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു സംഭവം വേദപുസ്തകത്തിനകത്തുണ്ട്. ഏത് പട്ടണക്കാരാണെന്നറിയാമോ? നിനവേ പട്ടണക്കാർ. ഒരു ദൂത് കേട്ടപ്പോൾ ആബാലവൃദ്ധ ജനങ്ങളും ഒന്നടങ്കം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ യോശുവ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, മറന്നു പോകരുത്. പലപ്പോഴും പലരുടെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പം തെക്കോട്ടെങ്കിൽ മക്കൾ വടക്കോട്ട്, അമ്മ പടിഞ്ഞാറോട്ട്, മരുമക്കൾ കിഴക്കോട്ട്. 4 പേരുണ്ടെങ്കിൽ 4 സഭയിൽ. സഭയെ പോതെങ്കിൽ കുഴപ്പമില്ല. പ്ലീസ്, ഞായറാഴ്ച മാത്രം ആരാധിക്കാൻ വരുന്നവരുണ്ട്. ആരാധിക്കാൻ വരുന്നത് എങ്ങനെ? ഞായറാഴ്ച കൊണ്ടുവന്ന വേദപുസ്തകം അതുകൊണ്ട് തിരിച്ചെടുത്തോണ്ട് വരുന്ന വിശ്വാസികളുടെ ബഹുഭൂരിപക്ഷവും. ഇവിടുത്തെ കാര്യമല്ലേ? നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. പ്ലീസ്, ഞാൻ എൻ്റെ സഭയെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളുടെ ട്രഷാർ എഴുന്നേറ്റ് വരല്ല, പെതുക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ ഭാഷ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ആ പദപ്രയോഗവും തിരുത്തി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ളവരുടെ അല്ലെങ്കിൽ പോലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ്. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബം എന്ത് ചെയ്യും?
യഹോവയെ ഇപ്പൊ സേവിക്കേണ്ടവനെ സേവിക്കേണ്ടതുപോലെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൻ സ്നേഹിച്ചാൽ, അമ്മ സ്നേഹിച്ചാൽ, മക്കൾ സ്നേഹിച്ചാൽ, മരുമക്കൾ സ്നേഹിച്ചാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആരെ സ്നേഹിക്കുന്നു? ക്രിസ്തുവിനെ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന് നായകനും പൂർത്തിവരുന്ന യേശുവിനെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു പട്ടണം മുഴുവനും ഒന്നടങ്കം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നേ? ഈ ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, ഈ പട്ടണം എന്ത് ചെയ്യാൻ പോവാ? ദൈവം നശിപ്പിക്കാൻ. ഈ കാലഘട്ടങ്ങളിൽ യോനയെ പോലുള്ള പ്രവാചകൻ ദൂത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേര് ഏറ്റെടുക്കുമായിരുന്നു? ഇതൊക്കെ എൻ്റെ ഭാഷ ഞങ്ങൾ ഒരുപാട് കേട്ടതാ. ഈ നാശം ഒന്നും വന്നാലൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പവും. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഈ യോന ഈ ദൂത് പറഞ്ഞിട്ട് താൻ സുഖമായി ഉറങ്ങാൻ പോയി. ഉറങ്ങിയപ്പോൾ തൻ്റെ തലയ്ക്ക് മീതെ എന്തുണ്ടായിരുന്നു? ഒരാവണക്കും ഉണ്ടായിരുന്നു. നല്ല തണൽ, സുഖമായി ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൂത് കേട്ടിട്ടും, ശ്രദ്ധിക്കണേ, ദൈവികമായ ദൂത് കേട്ടിട്ടും ഇന്നും പലരും ഉറങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തണലുണ്ട്. പാസ്റ്റർ പറഞ്ഞ് ഇവിടെ നിന്ന് പ്രസംഗിക്കണമെന്ന്, ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും പലരും ഉറങ്ങുന്നതിൻ്റെ കാരണം ആവണക്ക് പോലൊരു തണൽ എന്ത് ചെയ്യുക? തലയ്ക്ക് മീതെ നിൽക്കുകയാ. എന്തിനാ പാസ്റ്റർ പിന്നെ ഉപവസിക്കുന്നേ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പണ്ടൊരപ്പം പറഞ്ഞ്, എടാ ഞാൻ എന്തിനാ പേടിക്കുന്നത്, എനിക്ക് 4 ആൺപിള്ളേരാന്ന് പറഞ്ഞു. പ്രൈസ് പറഞ്ഞ അപ്പൻ കിടക്കുന്നത് ഓർഫനേജിലാണ്. എല്ലാവരും ഉണ്ടോ ഇവിടെ? സ്വോത്രം പോവല്ലേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തുണ്ട്? നല്ല തണൽ മരമുണ്ട്. യോന ഇത് തന്നെ പറഞ്ഞത്. പ്രൈസ്. എനിക്ക് എന്തുണ്ട്? വെയിൽ വന്നാലും എന്ത് വന്നാലും തണലായി ഉറങ്ങാൻ എനിക്കെന്തോ ആവണക്ക് നിമിത്തം അവൻ സന്തോഷിക്കുക. പക്ഷെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു പുഴുവിനോട് പറഞ്ഞു, ആ ആവണക്ക് എന്ത് ചെയ്തോളാൻ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ആവണക്കുണങ്ങി. വെയിലടിച്ചപ്പോൾ യോനയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? തൻ്റെ തണൽ പോയി. ആവണക്ക് നിമിത്തം കരയാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി, ദൈവത്തോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ കിടന്ന് ഉറങ്ങിയതല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയാം. ഒരാവണക്കിനെ നശിപ്പിക്കാൻ ഒരു പുഴുവിന് കഴിഞ്ഞെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്നത് എന്താണോ അത് നിമിഷ നേരം കൊണ്ട് തീർക്കാൻ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ദൈവത്തിന് സ്തുതിക്കാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ ആവണക്ക് നിമിത്തം സന്തോഷിച്ചതുപോലെ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പലതിലും സന്തോഷിക്കുക. ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ എന്തിനു ഭയപ്പെടണം? നല്ല ആരോഗ്യം, നല്ല ബലം, സാമ്പത്തിക ഭദ്രത, മക്കൾ UK, കാനഡ, അയർലൻഡ്, അമേരിക്ക, നല്ല സാലറി. ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? പാസ്റ്ററിനെ ഭയപ്പെടണോ? സെക്രട്ടറിയെ ഭയപ്പെടണോ? കമ്മിറ്റി അംഗങ്ങളെ ഭയപ്പെടണോ? എനിക്കാരെയും ഭയപ്പെടില്ല. കാരണം എനിക്ക് തണലായി പലതുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ വൈറസ് കയറിയാൽ, കോവിഡ് മഹാമാരി കടന്നു വന്നപ്പോൾ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, ഒരു ചെറിയ വൈറസ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്നേഹിതരെല്ലാം നമ്മെ വിട്ടുപോയി. ഈ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മാതാവാണ്. എനിക്ക് കോവിഡ് വന്നു. ഞാൻ ഭവനത്തിൽ വിശ്രമിക്കുക. എൻ്റെ മാതാവ് കതവിൽ കൊട്ടിയിട്ട് പറയും, ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ദൂരെ മാറി നിൽക്കും. ഞാൻ എടുക്കുന്ന പാത്രം എൻ്റെ മാതാവ് കൈകൊണ്ട് തൊടത്തില്ല. ഒരു ജയിൽ പുള്ളിയെപ്പോലെ എന്നെ ഒരു റൂമിനകത്ത് എന്ത് ചെയ്തിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മാതാവ് പോലും എന്നിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അന്നത്തെ കാലത്ത് അതായിരുന്നു. കോവിഡ് വന്നാൽ എന്ത് ചെയ്യണം? അടുക്കൽ വരാൻ കഴിയുകയില്ല.
ഭയമാണ്. ഒരു രോഗം വന്നപ്പോൾ നൊന്ത് പ്രസവിച്ച മാതാവ് പോലും മാറിയെങ്കിൽ അവിടെയാണ് തിരുവചനം നാം വായിക്കുന്നത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ മകനെ മറന്നാലും തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും മറക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തണലായി ഉണ്ടെന്ന് ഒരു തോന്നൽ നമുക്ക് വന്നാൽ, ഒരു ചെറിയ രോഗം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു രോഗമുണ്ട്, ക്യാൻസർ. ഒരു 10 വീടെടുത്ത് നോക്കിക്കേ, ഒരു വീട്ടിലെങ്കിലും ക്യാൻസർ രോഗികൾ കാണും. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ചർച്ചിനടുത്ത്, നമ്മുടെ ചെങ്ങമനാട് ചർച്ച വീട്ടിൽ കടന്നു പോകുന്ന ഒരു പിതാവ് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടു. ആ പിതാവിന് മകനെ ശനിയാഴ്ച ഞാൻ കണ്ടു, കഴിഞ്ഞ ശനിയാഴ്ച എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ, എൻ്റെ പപ്പ സുഖമില്ലാതെ ഭവനത്തിൽ കിടക്കിയ, ക്യാൻസറാണ്, ഒന്ന് ഭവനത്തിലേക്കൊന്ന് വരണം. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ എൻ്റെ സഭയിൽ പറഞ്ഞു, സഹോദരിമാരുടെ ഒരു കൂട്ടമുണ്ട് അവിടെ, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ചാരിറ്റി പ്രവർത്തനം ആ പിതാവിന് ചെയ്യണം. അവർ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അതിൽ നിന്നും ഒരു 3-4 സഹോദരിമാരും എൻ്റെ ഭാര്യയും ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഉടനെ ആ പിതാവ് കണ്ണ് തുറന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ ചോദിച്ച്, അച്ഛൻ ഉറങ്ങുകയാണോ? പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, പാസ്റ്റർ എന്നാണ് വന്നത്? ഞാൻ ചോദിച്ചു, ഞാൻ എവിടെ പോയേ? പാസ്റ്റർ ഖത്തറിലല്ലായിരുന്നു. ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു, അച്ഛൻ അറിഞ്ഞിരുന്നു? ഞാൻ എന്നാണ് അസുഖം വന്നേ? എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2 ആഴ്ചയായുള്ളൂ. 2 ആഴ്ചയായുള്ള രോഗം കണ്ടുപിടിച്ചിട്ട് ഒരു കുഴപ്പവുമില്ലായിരുന്നു. വയലിൽ ജോലി ചെയ്ത് മടങ്ങി വന്നു, ശാരീരികമായ അസ്വസ്ഥത വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് കിടപ്പിലായി. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് ആലയത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. വൈകിട്ട് 10 മണിയായപ്പോൾ കേൾക്കുന്ന വാർത്ത, കഴിഞ്ഞ ഞായറാഴ്ച 3 മണിക്ക് സംഭവിച്ച കാര്യമാണ്. ആ രാത്രി 10 മണിയായപ്പോൾ കേൾക്കുന്ന വാർത്ത, ആ മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നുപോയി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഭക്തൻ ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവേ, ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം 4 വിരൽ നീളം, അത് വേഗം കഴിഞ്ഞു പോകും. മനുഷ്യൻ വെറും നിഴലായി നടക്കുന്ന നിശ്ചയം. പ്രൈസല്ലോ, നമ്മളൊരു നിഴലാ. പ്രൈസല്ലോ, എത്ര പേർക്ക് ഓർപ്പുണ്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യതയിൽ ഞാൻ ചെലവഴിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസല്ലോ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാകണം. സഭയ്ക്കകത്തൊരു വ്യത്യാസം ഉണ്ടാകണം. ആത്മനിറവ് പ്രാപിച്ചു, സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു, ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും. പല ആരാധനകൾ കഴിയുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല ആത്മസാന്നിധ്യമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. എൻ്റെ ചോദ്യം, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മാറ്റം സംഭവിച്ചു? ഇന്ന് മരിച്ചാൽ എനിക്ക് നിത്യത പ്രാപിക്കാൻ കഴിയുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നമ്മുടെ തണലായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് നാം അഹങ്കരിക്കരുത്. പ്രൈസലോ, നമ്മുടെ ജീവിതത്തിൽ പ്രശംസിക്കരുത്. എന്തെങ്കിലും തണൽ മരം ഉണ്ടെങ്കിൽ അബ്രഹാമിനോട് ദൈവം പരീക്ഷിച്ചത് ശ്രദ്ധിച്ച്, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ മകൻ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം മതി. പ്രൈസ് നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ നിന്റെ മകനുമായി കടന്നു പോകണം. സ്വർഗം കൽപ്പിക്കുന്നിടത്ത് ദൈവം വരെ നമ്മളോട് കൽപ്പിക്കുന്നത് നമുക്ക് അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? അബ്രഹാമിനെ പരീക്ഷിച്ചത്
സ്വർഗം പറയുക, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിലൊക്കെ നിനക്ക് ഇഷ്ടമുള്ളിടത്തോടല്ല പോകേണ്ടത്, ഞാൻ നിന്നോട് പറയുന്ന സ്ഥലത്ത് തന്നെ നീ പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവികമായ ആലോചനയ്ക്ക് മുമ്പിൽ നമുക്ക് കീഴ്പ്പെടാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? കർത്താവ് ഇന്ന് പകൽ രാത്രി നമ്മോട് ചോദിക്കുക, ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ശമൂവേല് ദൈവശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ദൈവശബ്ദമാണെന്ന്. പുരോഹിതന്റെ അടുക്കലേക്ക് ഓടി വരിക, യജമാനനെ അങ്ങനെ വിളിച്ചുവോ? ഇല്ല, നീ പോയി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഒന്നാമത്തെ ചാൻസ് കഴിഞ്ഞ് രണ്ടാമത് മൂന്നാമതും ആയപ്പോഴേ ഏലിക്ക് മനസ്സിലായത് ഇത് ദൈവശബ്ദമാണെന്ന്. ഏലി ശമൂവേലിനോട് പറയും, ഇനി നീ ഈ ശബ്ദം കേൾക്കും, നീ പറയണം, ദൈവമേ, അടിയനിതാ അടിയനോട് അരുളി ചെയ്യണം. ദൈവശബ്ദത്തിന് മുമ്പിൽ കീഴ്പ്പെടാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? എത്ര പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അടിയനിതാ അടിയനോട് സംസാരിക്കണമെന്ന്? പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിച്ചത് എന്താ? പുരോഹിതനോട് സംസാരിക്കണം, അവരെ മക്കളെ നേരെയാക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൂത് കേട്ടിട്ടും ഏലി മക്കളെ ശാസിച്ചില്ല. ദൂത് കേട്ടിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് പോയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. എന്നെ ചൊല്ലി ആരെ ചൊല്ലി കരയണം? നിങ്ങളെയും. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടോ? പിതാവേ, മാതാവേ, നീ കരയുന്നുണ്ടോ ദൈവസന്നിധിയിൽ? ദൈവശബ്ദത്തിന്, ദൈവ കേൾവിക്ക് നിന്നെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നും മറുതലിക്കല്ലേ? ദൈവവചനം കേട്ടിട്ടും മറുതലിക്കല്ലേ? എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി പാടാ സ്തോത്രം പറയാൻ. ദൈവത്തെ സ്തുതിക്കാൻ ഇച്ചിരി പാടുപെടും. വചനം പറയുന്നത്, ദൈവത്തിൽ വചനം ജീവനും ചൈതന്യമുള്ളതാ, ഇരുവായ്ത്തലയുള്ള എനിക്കുൾപ്പെടെ ഇരുവായ്ത്തലയാ. പ്രാണനെയും ആത്മാവിനെ സന്ധ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ. പ്രൈസ്. 2 ആഴ്ച മുമ്പ് എൻ്റെ സഭയെ ഞാൻ ഒന്ന് പ്രസംഗിച്ചു. പ്രൈസല്ലോ. ഒരു ചെറുപ്പക്കാരിയായ സഹോദരി പ്രായമുള്ള ഒരു അമ്മാമയോട് പറഞ്ഞു, ഓ പാസ് എന്നും എന്നെയാണ് വെട്ടുന്നത്, എന്നെയാണ് കീറുന്നത്, സഭയെ വന്നിരിക്കാൻ ഒരു സന്തോഷവും. ഹലോ, വചനം കേൾക്കുമ്പോൾ അത് വാളാണെന്ന് തിരിച്ചറിയണം കേട്ടോ. വ്യക്തിപരമായി എനിക്ക് നിങ്ങളെ എല്ലാവരെയും പരിചയമില്ല, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ, പശ്ചാത്തലം എനിക്കറിയത്തില്ല. പക്ഷെ വചനത്തിനറിയാം. നമ്മുടെ കർത്താവിനറിയാം, ദൈവത്തിനറിയാം. പ്രാണനെയും ആത്മാവിനെ സന്ധ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ ഹൃദയത്തിനകത്ത് കയറണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ശമൂവേൽ കേട്ട ദൈവത്തിന്റെ വചനം ദൂത് പുരോഹിതനോട് പറഞ്ഞു. ഏറ്റെടുക്കാൻ തയ്യാറായില്ല. യുദ്ധത്തിൽ 2 മക്കളും പട്ടുപോയി. ഇത് കേട്ട പുരോഹിതന് പുറമോട്ട് വീണ് കഴുത്തൊടിഞ്ഞു ലോകം വിട്ടു. ദൂതിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീഴ്ചയുടെ ആഴം വലുതായിരിക്കും. ദൈവവചനത്തെ മറുതലിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് കീഴ്പ്പെടാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വീഴ്ച വലുതായിരിക്കും. കാരണം ഞാൻ നിങ്ങൾ ഒരു ദൈവവേദനാ. ദൈവവചനത്തിന് മുമ്പിൽ കീഴ്പ്പെടാതെ മറുതലിക്കുന്നെങ്കിൽ സ്വർഗം പറയാം, മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, പ്രൈസ്, ഞാൻ നിന്നെ പ്രൈസ് അരുളി ചെയ്തിരിക്കുന്ന ദേശത്ത് നീ എന്ത് ചെയ്യണം? മലയിൽ ഒരു ഹോമയാഗം കഴിക്കണം. അബ്രഹാം അധികാലത്ത്
എഴുന്നേറ്റു. എന്തിനു വേണ്ടി എഴുന്നേറ്റേ? എല്ലാരും പറഞ്ഞില്ല, ഉറക്കെ ഒന്ന് പറഞ്ഞേ. യാഗം കഴിക്കാൻ അധികാലത്ത് എഴുന്നേൽക്കുക. ആർക്കാ യാഗം കഴിക്കാൻ പോന്നേ? യഹോവയ്ക്ക്, ദൈവത്തിന്. ദൈവം പറഞ്ഞതനുസരിച്ചുകൊണ്ട് അധികാലത്ത് എഴുന്നേൽക്കുകയാ. ആരാധനയ്ക്ക് വരുന്നത് അധികാലത്ത് എഴുന്നേറ്റിട്ടാണോ? അബ്രഹാമിനെ കുറിച്ച് അടുത്ത വാക്ക് പറയുക, അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കിട്ടി ബാലിക്കർ രണ്ടുപേരെ. ശ്രദ്ധിക്കണേ, ഹോമയാഗത്തിനുള്ള വിറക് കീറിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരാധനയ്ക്ക് കടന്നു പോകുന്നതിൽ ഒരു ഒരുക്കം അബ്രഹാമിനുണ്ടായിരുന്നു. നമുക്കൊരുക്കമുണ്ടോ? സ്വർഗം ഇന്ന് പകൽ നമ്മോട് ചോദിക്കുക, ഈ ആരാധനാലയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ചോദിക്കുന്ന ചോദ്യം, ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ മീറ്റിങ്ങിനും സ്തോത്രമെന്ന യാഗമർപ്പിക്കുവാൻ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുക്കത്തോടെയാണ് കടന്നു വരുന്നത്. നമ്മുടെ ചിന്താഗതികൾ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഭവനത്തിൽ നിന്നും നാം ആലയത്തിലേക്ക് വരുമ്പോഴേ എന്തിനു വേണ്ടിയാ വരുന്നതെന്നുള്ള ഉത്തമമായ ബോധം നമുക്കുണ്ടാകണം. ഞാൻ കേട്ട ഒരു അറിവ് നിങ്ങളോട് പറയാം. പണ്ടൊരു പാസ്റ്റർ സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുക. പാസ്റ്ററിനോട് ദേഷ്യമുള്ള, വിരോധമുള്ള ഒരു സഹോദരൻ എല്ലാവർക്കും അവസാനം സംസാരിക്കുവാൻ, പാസ്റ്ററിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുവാൻ, സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. അപ്പൊ ഈ വിരോധമുള്ള സഹോദരൻ ഒരു പാട്ട് പാടി എഴുന്നേൽക്കുന്നത്. ഏത് പാട്ടാണെന്ന് അറിയാമോ? പറവോനോ ഞാനിനി. എല്ലാരും പാടിയില്ലല്ലോ. പാസ് ആരായി? അദ്ദേഹത്തിന്റെ സന്തോഷം, ഇനി ഞാൻ ആരല്ല, ഈ പറവോൻ, ഈ പാസ് എന്തല്ല, അടിമ. സ്തോത്രം. നമ്മൾ വീട്ടിൽ ഇരുന്ന് വേദോത്സവം വായിക്കുക, സാക്ഷ്യത്തിന് സമയം കിട്ടുമ്പോൾ ആർക്ക് എവിടെ ഇട്ട് കുത്തണം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ എന്താക്കണം? ഉളവാകണം. ഇപ്പോഴോ കുളവാക്കും. സാക്ഷ്യത്തിലെ ഏറ്റവും കൂടുതൽ അടി. പ്രൈസ് ദി ലോർഡ്. സഹോദരന് കൈ കൊടുക്കാൻ മനസ്സില്ലാത്ത വിശ്വാസിയ കാഹള ശബ്ദം കേൾക്കുമ്പോൾ എടുക്കപ്പെടാനിരിക്കുന്നത്. ഈ ഉൽപ്പത്തി ദിവസം മാറ്റല്ലേ, യാക്കോബ് അപ്പോസ്തലന് ഈ 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച ആ വേദഭാഗത്തിൽ തന്നെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം നോക്കിക്കേ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരു രാജകീയമായ പ്രൈസ് ദി ലോർഡ് ന്യായപ്രമാണം. രാജകീയമായ ന്യായപ്രമാണം എന്താ? എല്ലാരും പറഞ്ഞില്ല. കൂട്ടുകാരന് നിന്നെ പോലെ, നമ്മെ പോലെ. അപ്പൊ നമ്മുടെ ചിന്ത ആരാ കൂട്ടുകാരൻ എന്നുള്ളത്. യേശുവിനോട് ചോദിച്ചൊരു ചോദ്യം, കർത്താവേ ആരാണ് എൻ്റെ കൂട്ടുകാരൻ? യേശു പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ശമരിയക്കാരൻ്റെ കാര്യം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടക്കുക. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 5-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ല, 21 മുതൽ വായിച്ചു. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും ആ 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
ആ, ഒന്നാമത് ചെന്ന് സഹോദരനോട് എവിടെ വരുമ്പോഴാ? യാഗപീഠത്തിൽ, ആരാധനാലയത്തിൽ വരുമ്പോൾ. അതായിരുന്നു അബ്രഹാമിന്റെ ഒരുക്കം. അബ്രഹാം ഒരുങ്ങുകയാ. എങ്ങോട്ട് പോകാനാ? യഹോവയ്ക്കൊരു യാഗമർപ്പിക്കാൻ. വെറുതെ ആരാധനയ്ക്ക് വരികയല്ല, ഒരു ഒരുക്കത്തോടെ വരികയാ. പുതിയ നിയമ വിശ്വാസിയെ, സ്തോത്രം എന്ന യാഗമർപ്പിക്കാൻ ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു രാജകീയ, ഒരു ന്യായപ്രമാണം. യാക്കോബ് അപ്പോസ്തലൻ പറയെ എന്താണ്? ഒരു രാജകീയ ന്യായപ്രമാണം. എന്താ? കൂട്ടുകാരനെ സ്നേഹിക്ക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരപ്പത്തിന്റെ അംശങ്ങളാകുന്ന ഈ ആരാധന കഴിയുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം ഞായറാഴ്ച കർത്തൃമേശ ഉണ്ടായിരിക്കാം. അല്ലെങ്കിലും കർത്തൃമേശ ഉള്ളപ്പോൾ ദൈവദാസന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ. എല്ലാവരും പറഞ്ഞില്ല. ചങ്കത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ? ഈ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവവേദലേ, നമ്മുടെ ചങ്കത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ ഇവിടെയുള്ള വിശ്വാസികളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണെന്ന്? എനിക്ക് ആരോടും ഒരു പിണക്കമില്ല, ഒരു പകയില്ല, എൻ്റെ സഹോദരനാണ് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? യേശു ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. പ്രൈസ് ദി ലോർഡ്. കോപിച്ചാൽ എന്താകുന്ന? ന്യായവിധിക്ക്. ആരോട്? സഹോദരനോട്. നമ്മളിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചേ. സഹോദരന്മാരൊന്ന് ചിന്തിച്ചേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് എന്ത് മാറ്റമാ സംഭവിക്കാൻ പോകുന്നത്? ഇന്നലകളിൽ ഞാൻ ആയിരുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിക്കും? അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുക, സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ആരാധിക്കുന്നതിന് മുമ്പ് ഒരു ഒരുക്കം വേണമെന്ന്. വഴിപാട് അവിടെ താത്ത് വെക്കണമെന്ന്. ഈ പ്രാർത്ഥന ആലയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആലയത്തിനകത്തല്ല പ്രശ്നം തീർക്കണ്ടേ? സഹോദരനോട് ക്ഷമ പറയേണ്ട ആലയത്തിനകത്തല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആലയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. പ്രാർത്ഥനാലയം. ഞാൻ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും. സ്വർഗം പറയുകയാണ്, ഇത് പ്രാർത്ഥനാലയമാണ്. കഴിഞ്ഞ ആഴ്ച ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. എൻ്റെ സഭയിൽ രാഷ്ട്രീയമായി ചായ്വാനമുള്ളവരെ നമ്മളെല്ലാവരും. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ഷാരോൺ ചർച്ചിലുള്ള ഒരു സഹോദരി ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. 10 മിനിറ്റ് എന്ത് ചെയ്യണം? സമയം. ഹലോ, ഞാൻ പറയുന്നത് പ്രാർത്ഥനാലയമാണ്. രാഷ്ട്രീയം ഈ പടിക്ക് പുറത്ത്. ഈ സഭ ഒന്നടങ്കം എന്നോട് പറഞ്ഞാലും ഞാനിവിടെ പാസ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തില്ല? സഭക്കാരെൻ്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. രാഷ്ട്രീയ പ്രസംഗിക്കാനുള്ള സ്ഥലമല്ല പ്രാർത്ഥനാലയം. പ്രശ്നം തീർക്കേണ്ട സ്ഥലമല്ല പ്രാർത്ഥനാലയം. യേശു കർത്താവ് പറയുകയാ, നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ. ഈ ഓർമ്മ വരുന്നത് എവിടാന്നറിയാമോ? ഈ വചനം കേൾക്കുമ്പോഴാ. നമ്മെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഞായറാഴ്ചയും ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരത്തിലേക്ക് നടത്തണം. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോഴേ അപ്പോസ്തലന്മാര് ദൈവവചനം പറഞ്ഞു അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്
എന്നിട്ട് ചോദിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. കുത്തുകൊള്ളുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കുത്തുകൊണ്ടാൽ ഒരു മാറ്റം സംഭവിക്കും. രക്ഷപ്പെടാൻ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നെങ്കിൽ രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. ഇന്നുറങ്ങുന്ന പ്രിയപ്പെട്ടവർ നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? വല്ല ഉറപ്പുണ്ടോ? ഞാൻ എൻ്റെ സഭയെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, ഉറങ്ങണമെന്നുള്ളവർ ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ 5 കൊല്ലം മുമ്പ് ചാർജ് എടുത്ത ഉടനെ അവിടെ ഒരു ഓഫീസ് റൂമുണ്ട്. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു, ഒരു കട്ടിലും ഒരു മെത്തയും ഒരു ബെഡ്ഷീറ്റും ഒരു തലങ്ങണയും മേടിച്ച് അവിടെ വെക്കണമെന്ന് പറഞ്ഞു. സെക്രട്ടറി അതുപോലും കേട്ട് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പാസ് ഇങ്ങനെ പറഞ്ഞു, ഉടനെ ചെയ്തേക്കാൻ പറഞ്ഞു. പിറ്റേ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഉറക്കം വരുന്നവർ അവിടെ പോയി കിടന്ന് എന്ത് ചെയ്തോണം? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പിന്നെ ഇടയ്ക്ക് ഞാൻ വിശ്വാസികളോട് പറയും, അടുത്തിരിക്കുന്നവരെ ഇടയ്ക്കൊന്ന് കുലുക്കണമെന്ന് പറയും. കാരണം സൈലൻ്റ് അറ്റാക്കിൻ്റെ കാലമാണ് കേട്ടോ. ജീവനുണ്ടോ ചത്തോ നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കും ആത്മാവിൽ ജാഗരിക്കുകയാണെന്ന്. അറ്റാക്ക് വന്ന് തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തൊട്ടടുത്ത് തൃക്കണമെങ്കിൽ നെല്ലിക്കുന്നത്ത് ഭാര്യയുടെ കൂടെ കിടന്ന് ഉറങ്ങിയ ഭർത്താവ് രാവിലെ ഭാര്യ വിളിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, മരിച്ചത് അറിഞ്ഞില്ലെന്നേ. 50 വയസ്സിൽ താഴെയുള്ളൂ. അറ്റാക്കായിരുന്നു, സൈലൻ്റ് അറ്റാക്കായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയമൊന്നും അധികം വിദൂരമല്ല, അടുത്ത നിമിഷമാകാം. എന്നാൽ സ്വർഗം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സമയം വിലപ്പെട്ടതാ. നിത്യത അവകാശമാക്കണമെങ്കിൽ പ്രൈസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തണം. അബ്രഹാം അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. എന്തിനു വേണ്ടിയാ? യാഗം അർപ്പിക്കുവാൻ. യാഗത്തിനുള്ള വിറക് അവൻ കീറിയെടുത്തുകൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദൈവം കൽപ്പിച്ചെടുത്തേക്ക്. ദൈവത്തെ അനുസരിക്കുന്ന ഭക്തനായിരുന്നു കേട്ടോ. ദൈവികമായ ആലോചനയ്ക്കും അരുളപ്പാടിനും ചെവി കൊടുത്ത് അനുസരിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവജനത്തിന് മുമ്പിൽ കീഴ്പ്പെടാൻ തയ്യാറാകുമോ? അടുത്തത് പ്രൈസ് ദി ലോർഡ്. നോക്കി, ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ട് അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കും, ഞാനും അവിടത്തോളം ഞാൻ ആരാധന കഴിച്ച് പ്രൈസ്. തൻ്റെ വിശ്വാസം ശ്രദ്ധിച്ച് അബ്രഹാമിനറിയാൻ തൻ്റെ മകനെ യാഗമർപ്പിക്കാനാണ് പോകുന്നതെന്ന്. പക്ഷേ അബ്രഹാമിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും ദൈവത്തിലാണ്. ആരാധനയിൽ കടന്നു വന്ന ദൈവവേദനയെ നമ്മുടെ വിശ്വാസം ആരില്ല? ദൈവത്തിലാണോ? ആരാധനയ്ക്ക് മുഴങ്കാലം അടക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാരോട് പറയുക, നിങ്ങളിവിടെ നിന്നേ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് യഹോവയ്ക്കൊരു ആരാധന കഴിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടണം. വിടുതൽ വെളിപ്പെടണമെങ്കിൽ ഒരുക്കത്തോടെ ഈ ആരാധനാലയത്തിൽ കയറണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തുള്ള വിശ്വാസത്തോടെ ആരാധനാലയത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. മകനുമായി ആരാധനയ്ക്ക് വേണ്ടി കയറുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 7-ാമത്തെ വാക്യം, അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ? തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. രണ്ടുപേരും ആരാധന കടന്നു പോകുകയാണ്, അപ്പനും മകനും. അപ്പനെ അനുസരിക്കുന്ന മകൻ, മാതൃകയുള്ള അപ്പൻ, അപ്പനെ അനുസരിക്കാൻ കഴിയുന്നൊരു മകൻ. മകൻ കാണുന്നത് മുഴുവനും അപ്പൻ ആരാധന കഴിക്കുന്നതാണ്. എന്താ അപ്പൻ്റെ ആരാധന? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു ദൈവനഗരത്തിന് വേണ്ടി
കാത്തിരിക്കുന്ന ഒരു അപ്പൻ, അപ്പനെ കാണുന്ന മകൻ. മകനറിയാം, എൻ്റെ അപ്പൻ ആരാധിക്കാൻ പോകുന്നത് വെറുതെയല്ല, ഒരു ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത്. അപ്പൻ്റെ വാക്ക് കേൾക്കുന്ന ഒരു മകനെ കാണാൻ കഴിയും. ഈ മകനെ തലയിൽ ഒരു ഭാരമായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പനോട് ചോദിച്ച് അപ്പൻ പറയും, എൻ്റെ മകനെ തലയിൽ യാഗത്തിനുള്ള വിറകേ ഉള്ളൂ, എന്നാൽ അതിനേക്കാളും ഒരു വലിയ തീയ എൻ്റെ മനസ്സിൽ. തൻ്റെ ഏകജാതനായ മകനെയാ യാഗമർപ്പിക്കാൻ പോകുന്നത്. മകന്റെ വാക്കിന് മുമ്പിൽ തകർന്നു പോകേണ്ടതായിരുന്നു. അപ്പന് പറയാൻ പറ്റുമോ, മോനെ നീ ആടാ യാഗവസ്തു എന്ന്? പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ മറുപടി ശ്രദ്ധിക്കണം. ദൈവത്തിലുള്ള ആശ്രയം. ദൈവം നമുക്ക് വേണ്ടി കരുതും. പരീക്ഷയിൽ അകപ്പെടുമ്പോഴും നാം വായിച്ച വേദഭാഗം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, ഇത് സഹിക്കുവാനുള്ള കൃപ പൗലോസിന്റെ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അബ്രഹാം പറയുക, ഇതെനിക്ക് സഹിക്കാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മറുപടി ശ്രദ്ധിച്ചേ, മോനെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ അപ്പനും മകനും കടന്നു ചെല്ലുകയാണ്. സമയം പോയതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു നിർത്താം. അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്, അടുത്ത വാക്യത്തിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാം അവനോട് ദൈവം പറയുക, ഈ 12 നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എപ്പോഴാ അറിഞ്ഞേ? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം എപ്പോഴറിയും? ദൈവത്തിന്റെ വാക്കനുസരിക്കുമ്പോൾ. തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കുവാൻ കിടത്തിയപ്പോൾ താൻ ഒന്നും നോക്കാതെ കത്തിയെടുത്തപ്പോൾ സ്വർഗം വിളിക്കുകയാണ്, അബ്രഹാമേ ബാലന് മേൽ കൈവെക്കരുത്. അടുത്ത പദപ്രയോഗം, നീ ദൈവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഭയപ്പെടുന്നുണ്ട്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയുന്നുണ്ടോ? ആരാധനയ്ക്ക് വന്ന ദൈവവേദലേ, ദൈവത്തെ ഭയപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്വർഗം ഇന്ന് പകൽ നമ്മെ നോക്കുകയാണ്. ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവമക്കളെ സ്വർഗം നോക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടാൻ കഴിയുന്നുണ്ടോ? സമയം പോയതുകൊണ്ട് വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച കുറിവാക്യം ഇപ്രകാരമാണല്ലോ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം ഇന്ന് പകൽ നമ്മോട് വിളിച്ചു പറഞ്ഞു. ഓബേദേദോമിന്റെ ഭവനത്തിൽ പെട്ടകം ഇരുന്നപ്പോൾ 3 മാസം കൊണ്ട് സ്വർഗം ഓബേദേദോമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചതുപോലെ പരീക്ഷ കടന്നു വരുമ്പോഴും വേദന കടന്നു വരുമ്പോഴും ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? ഇന്ന് പകൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുമോ? സ്വർഗം നമ്മെ നോക്കുകയാണ്. എത്ര ദൈവമക്കൾക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ കഴിയും? അപ്പോസ്തലൻ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകണം, നിങ്ങളിലും ഉണ്ടാകണം. ഒരു ദൈവവേദനോട് ദൈവത്തിന് മനുഷ്യനാത്മാവ് പറയുക, ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് ഒരു ദൈവവേദനായി തീരുവാൻ, ദൈവത്തെ ഭയപ്പെടുന്ന ആരാധനയ്ക്ക് ഒരു ഒരുക്കം. ദൈവത്തിൽ കടന്നു വരുന്ന ദൈവമക്കൾ തങ്ങളെ തന്നെ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. നിനവേ പട്ടണക്കാർ ഒന്നടങ്കം തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ച് പിന്മാറിയെങ്കിൽ, പ്രിയ ദൈവവേദനേ, നമ്മുടെ കഷ്ടതയിലും വേദനയിലും പ്രയാസങ്ങളിലും മാറ്റം തരുവാൻ കഴിയുന്ന ദൈവത്തിൽ ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ആശ്രയിക്കുവാൻ കഴിയും?
ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനോടൊരു നിമിഷം പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച് ആത്മനിറവോടെ അതരങ്ങൾ തുറന്ന് അടുത്തിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മുടെ കുറവുകൾ, നമ്മുടെ പാളിച്ചകൾ, നമ്മുടെ പോരായ്മകൾ ദൈവത്തോട് ഏറ്റുപറയുവാൻ ഈ രാത്രി നമുക്ക് കഴിയുമോ? യെസ്, ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ എത്ര കടച്ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അരുളിച്ച ദൈവം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാകയാൽ ഒരു മനസ്താപത്തോടെ, ഹൃദയനുറുക്കത്തോടെ, താഴ്മയോടെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? പാപിയായ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയായ മനുഷ്യൻ, എൻ്റെ കുറവുകൾ അങ്ങ് ഓർക്കരുത്. അടുത്തുന്ന പരീക്ഷൻ വിളിച്ചു, കർത്താവേ, ഈ പാപിയായ മനുഷ്യനെ പോലെ അല്ലായികയാൽ എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ ഇന്ന് രാത്രി തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവവേദനേ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ ഈ യാഗപീഠത്തിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. യെസ്, യേശു വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. ക്ഷമയെന്തെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവവേദനേ, ചാട്ടവാർ കൊണ്ട് പുറം മുഴുവനും ഉഴുതുമറിക്കുന്നത് പോലെ അടിച്ച് തകർത്തപ്പോഴും, തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും, കയ്യിലും കാലിലും ഇരുമ്പാടുകൾ ആഞ്ഞടിച്ചിറക്കിയപ്പോഴും, വേദന കൊണ്ട് പൊളയുമ്പോഴും ഇത് ചെയ്തവരോട് ക്ഷമിച്ച ക്രിസ്തുവിന്റെ സ്നേഹം പിതാവായ ദൈവത്തോട് പുത്രനായ യേശു ക്രിസ്തു വിളിച്ചു പറയാ, പിതാവേ, ഇവർ ചെയ്തതെന്തെന്ന് ഇവർക്കറിയാൻ കഴിയുകയില്ല, ഇവരോട് ക്ഷമിക്കണം. ഈ രാത്രി എത്ര ദൈവമക്കൾ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും? അതരങ്ങൾ തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, ഈ പെട്ടകം ചുമന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ഈ വിശ്വാസഗോളത്തിൽ ഇറങ്ങിത്തിരിച്ച് വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. എത്ര പേർക്ക് ക്രിസ്തുവിനെ ചുംബിക്കുവാൻ കഴിയും? നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ച് നമുക്ക് മഹത്വം കരയറ്റാം. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വളരെ ശക്തമായി